വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 19 അധ്യായം 21 വാക്യം. ഞാൻ നിന്നെ ഭയപ്പെട്ടു. I was afraid of you. You take what you do not deposit and reap what you did not sow. ഞാൻ നിന്നെ ഭയപ്പെട്ടു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ നാം ചേർന്ന് വന്നിരിക്കുമ്പോൾ നമ്മുടെ ചോദിക്കേണ്ടതായുള്ളൊരു ചോദ്യമുണ്ട്. ഭയപ്പെടുവാൻ എന്താണ് നമുക്ക് അവകാശം? ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പഴയ നിയമത്തിൽ നോക്കുമ്പോൾ ഭയപ്പെടേണ്ട, ഭ്രമിച്ച് നോക്കുകയും വേണ്ട, ഞാൻ നിങ്ങളുടെ ദൈവമാകുന്നു. പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ കർത്താവ് ആവർത്തിച്ച് പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തെ മാത്രമേ ഭയപ്പെടാവൂ എന്നതാണ്. അവനെ ഭയപ്പെട്ട് അവൻ്റെ വഴികൾ നടക്കുന്ന മനുഷ്യനേവനും ഭാഗ്യവാൻ. ഭയപ്പെടേണ്ടത് ദൈവത്തെയാണ്. ലോകത്തെയും മനുഷ്യരെയും ഭയപ്പെടേണ്ടതായിട്ടുള്ള ആവശ്യകതയില്ല. ഇത് സാധിക്കുമോ? കോപം മനുഷ്യ ജീവിതത്തിലെല്ലാം കാണപ്പെടുന്ന ഒന്നാണ്. സൂര്യൻ അസ്തമിക്കുവോളം കോപം വെച്ചുകൊണ്ടിരിക്കരുത്. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ we should be able to forget, forgive and reconcile. 3 കാര്യങ്ങൾ: forget, forgive and reconcile. നമ്മളുടെ വിശുദ്ധ കുർബാന ശുശ്രൂഷയെല്ലാം നിരപ്പിൻ്റേതായുള്ള ശുശ്രൂഷയാണ്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയതായുള്ള ലേഖനത്തിൽ രണ്ടാമത്തെ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ നിരപ്പിൻ്റെ ശുശ്രൂഷ ദൈവം ഞങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ആകയാൽ നിങ്ങൾ നിറന്നുകൊള്ളുവീൻ എന്നാണ് പറയുന്നത്. അനുരഞ്ജനപ്പെടേണ്ടതായിട്ടുള്ള ആവശ്യകത. ഓരോ ആഴ്ചയും നാം ദൈവസന്നിധിയിൽ ചേർന്ന് വരുമ്പോൾ നിരപ്പിൻ്റേതായിട്ടുള്ള ശുശ്രൂഷയിലൂടെ നിരപ്പിൻ്റേതായിട്ടുള്ള അനുഭവത്തിലെ പ്രവേശിക്കുവാൻ ദൈവം നമുക്ക് അവസരം നൽകുന്നു എന്നത് ഓർക്കുമ്പോൾ എത്രമാത്രമാണ് നമ്മളുടെ ജീവിതത്തിൽ നാം നിറഞ്ഞുകൊള്ളേണ്ടതായിട്ടുള്ള ആവശ്യകത ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ പറയുന്നതായിട്ടുള്ള ഉപമ യേശു അവരോട് പറഞ്ഞതായിട്ടൊരു ഉപമയാണ്. ഈ ഉപമയിൽ യേശു പറയുന്നുണ്ട്, കുലീനനായുള്ളൊരു മനുഷ്യൻ രാജ്യത്വം പ്രാപിക്കേണ്ടതിന് പുറപ്പെടുമ്പോൾ അവൻ 10 ദാസന്മാരെ വിളിച്ചു. അവർക്ക് 10 റാത്തൽ ഏൽപ്പിച്ചു എന്ന് നാം വായിക്കുന്നു. എന്നാൽ നമ്മളുടെ ശ്രദ്ധ ഇന്ന് പതിയേണ്ടത് അവിടെയല്ല. ഒരു റാത്തൽ ലഭിച്ചതായുള്ള മനുഷ്യനെക്കുറിച്ചാണ്. താലന്തുകൾ ദൈവം ഫലമേൽപ്പിച്ചതായുള്ള വേദഭാഗം മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. 5 താലന്ത് ലഭിച്ചവൻ, 2 താലന്ത് ലഭിച്ചവൻ, 1 താലന്ത് ലഭിച്ചവൻ. രണ്ടിടത്തും കണക്ക് ബോധിപ്പിക്കുന്നതായുള്ള അവസരത്തിൽ നല്ലവനും വിശ്വസ്തനുമായിട്ടുള്ള ദാസനെ എന്ന് വിളിക്കുന്നുണ്ട്. എന്നാൽ 1 താലന്ത് ലഭിച്ചതായുള്ള മനുഷ്യനെ എന്താ വിളിക്കുന്നത്? ദുഷ്ടനും മടിയനുമായിട്ടുള്ള ദാസനെ. മടിയനാണ് എന്ന് മാത്രമല്ല, അലസത ജീവിതത്തിലുണ്ട് എന്നത് മാത്രമല്ല, ദുഷ്ടതയുണ്ട്. ദൈവം നോക്കുന്നതായിട്ടുള്ള അവസരത്തിൽ അപ്രകാരമാണ് മനുഷ്യനെ കാണുവാനായിട്ട് കഴിയുന്നത് എന്നത് എത്രയോ സങ്കടകരമായിട്ടുള്ള വസ്തുതയാണ്. ഞാൻ അടുത്ത സമയത്ത് കൊല്ലത്തുള്ള കുറേ മത്സ്യത്തൊഴിലാളികളുടെ ഇടയിലുള്ള വനിതകൾ, സ്ത്രീകൾ
സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് കൂടുതൽ കേൾക്കുന്നതായിട്ടുള്ള അവസരമാണ്. ഒളിമ്പിക്സ് നടക്കാനായിട്ട് പോവുകയാണ്. ഇപ്പം ഈ വനിതകൾ ആരാണ് എന്ന് ചോദിച്ചാൽ മുഖ്യരായിട്ടുള്ള സ്ത്രീകളാണ്. എന്നാൽ അവരിൽ വിധവകളുണ്ട്, ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയതായിട്ടുള്ള ആളുകളുണ്ട്, രോഗങ്ങളാൽ വരയുന്നതായിട്ടുള്ള ആളുകളുണ്ട്, ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതായിട്ടുള്ള ആളുകളുണ്ട്. എൻ്റെ ജീവിതത്തിൽ വളരെയധികം പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചതായിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാർ 2021 സലേഷ്യൻ സഭയുടെ നേതാവായിരുന്ന ഫാദർ ജോബി സെബാസ്റ്റ്യൻ ഇവർക്ക് വി ഓട്ടോ നൽകുന്നതിനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ പഠിക്കുന്നതിന് മുമ്പേ, അത് ഓടിക്കുന്നതിന് മുമ്പേ പഠിക്കണം. അപ്പോൾ പഠിക്കുന്നതിനായിട്ട് വന്നതായിട്ടുള്ള കുറേ സ്ത്രീകൾ, ഒന്നും രണ്ടുമല്ല 30ഓളം സ്ത്രീകൾ ഭയന്നിട്ട് പുറകോട്ട് പോയി എന്നാണ് പറയുന്നത്. ഓട്ടോ മറിഞ്ഞാൽ എന്താ ചെയ്യും? ഇതാ ഭയപ്പാട്. മറിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നാൽ ഭയപ്പാട്. ഈ സൈക്കിൾ ചവിട്ടി നടക്കുന്നതായുള്ള ആളുകളെ കാണുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ചോദിക്കും, എങ്ങനെ ഈ 2 ചാട്ടിൽ നടക്കുന്നു? സൈക്കിൾ ചവിട്ടുന്നവരോട് ചോദിക്കും, ഇതെന്തൊരു എളുപ്പമാണെന്ന് അവർ പറയും. എന്തൊരു എളുപ്പമാണ്. എന്നാൽ ഭയം നമ്മെ പുറകോട്ട് വലിക്കുന്നു. അങ്ങനെ കുറേ സ്ത്രീകൾ ഭയപ്പെട്ടതായിട്ടുള്ള സാഹചര്യത്തിൽ അതിലൊരാൾ ഡെയർ ചെയ്ത് മുമ്പോട്ട് വന്നു. വണ്ടി ഓടിച്ച ലൈസൻസ് വാങ്ങിച്ചു. പിന്നെ ഓരോരുത്തർ വരാൻ തുടങ്ങി. അങ്ങനെ 33 ആളുകൾക്ക് വി ഓട്ടോ ലഭിച്ചു എന്നതാണ് വായിക്കുന്നതിനിടയായിട്ടെത്തുന്നത്. അവർ ഈ ഓട്ടോ ഓടിക്കുവാനായിട്ട് തുടങ്ങിയതായിട്ടുള്ള അവസരത്തിലെല്ലാം ഏറെ കുത്തുവാക്കുകൾ കേട്ടു. എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമല്ലോ, അവരെ ഭയപ്പെടുത്തുന്നതായുള്ള കാര്യങ്ങൾ, നിരുത്സാഹപ്പെടുത്തുന്നതായുള്ള കാര്യങ്ങൾ, അതൊന്നും അവരെ പിന്മാറ്റിയില്ല. കാരണം അതിനേക്കാൾ വലിയ പ്രയാസങ്ങളാണ് ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഓട്ടോ പാർക്ക് ചെയ്യുന്നതിനായിട്ട് ചെല്ലുന്നതായുള്ള അവസരത്തിൽ അവിടെയും സ്ഥലം കൊടുക്കാതിരിക്കുന്നതായുള്ള സാഹചര്യങ്ങൾ, ഇതിനെല്ലാം ഡെയർ ചെയ്ത് മുന്നോട്ട് പോയതായിട്ടുള്ള 33 വനിതകളെ കുറിച്ചാണ് എനിക്ക് വായിക്കുവാനിടയായിട്ടെത്തുന്നത്. ഭയപ്പെടേണ്ട, ജീവിതത്തിൻ്റെ ചുമതലകളും ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കേണ്ടി വരുന്നതായിട്ടുള്ള രംഗങ്ങൾ, ഭയപ്പെടേണ്ട. ഇപ്പോൾ അവിടെ വരച്ചുകൊണ്ടിരിക്കുന്നതായുള്ള കുട്ടി പോലും സ്കൂളിൽ പരീക്ഷയാണെന്ന് പറയുന്ന സമയത്ത് കരയാൻ തുടങ്ങും. SSLC എഴുതുന്നതായുള്ള ആളുകൾ പേന കൊണ്ടുപോയി വാഴ്ത്തണം എന്നൊക്കെ പറയും. ജീവിതത്തിൻ്റെ ഓരോ തലങ്ങളിലും ഓരോരോ ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വരുന്നതായുള്ള അവസരത്തിൽ നമ്മെ ഭരിക്കുന്നതായുള്ള ഒന്നാണ് ഭയം. ഭയപ്പെടേണ്ട എന്നാണ് ദൈവം പറയുന്നത്. ദൈവം അതുപോലെ സ്നേഹിക്കുന്ന, കരുതുന്നതായുള്ള ഒരു ദൈവമാണ് എന്നത് രുചിച്ചറിയുവാനായിട്ടാണ് നമ്മോട് ആവശ്യപ്പെടുന്നത്. ദൈവം സ്നേഹവാനാണ്, കരുതുന്നവനാണ് എന്നത് രുചിച്ചറിയുവാൻ്റെ കൊണ്ടിടയാണ്. ജീവിത അനുഭവത്തിലൂടെ അത് മനസ്സിലാക്കുവാൻ്റെ കൊണ്ട് ഇടയായിട്ട് തീരണം എന്നത് പറയട്ടെ. ഇന്ന് നമ്മുടെ മുമ്പാകെയുള്ള ചിന്താവിഷയം ഗ്രഹവിചാരകർ എന്നുള്ളതാണ്, സ്റ്റുവേർഡ്സ് എന്നുള്ളതാണ്. നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതം തന്നെ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായുള്ള ഒന്നാണ്. എങ്ങനെ ജീവിക്കുന്നു എന്നത് ദൈവം നോക്കുന്നതായുള്ള ഒന്നത്. ദൈവഹിതപ്രകാരം ഈ ലോകത്തിൽ ജീവിപ്പാൻ നമുക്കിടയായിട്ട് തീരുന്നുണ്ടോ എന്നതാണ് പ്രാധാന്യം അറിയിക്കുന്നത്. പലപ്പോഴും ഇതിൽ നിന്നൊക്കെ നമ്മെ പിന്മാറ്റുന്നതായുള്ള വസ്തുത, ദൈവം നമുക്ക് നിശ്ചയിക്കുന്നതിനായിട്ട്, തീരുമാനമെടുക്കുന്നതിനായിട്ട് തന്നിരിക്കുന്നതായുള്ള ഫ്രീഡം ഓഫ് ചോയ്സ്, അത് ഉപയോഗിക്കുവാനായിട്ട് നാം റിലക്റ്റൻ്റ് ആണ് എന്നത്, മടിയാണ്.
തെരഞ്ഞെടുപ്പുകൾ വരുന്നതായുള്ള അവസരത്തിൽ പുറകോട്ട് പോവുകയാണ്. ധൈര്യപ്പെടുവീൻ എന്നാണ് ദൈവം തമ്പുരാൻ നമ്മോട് ആവശ്യപ്പെടുന്നത്. വിശുദ്ധ ലൂക്കോസ് ഈ ഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്നത് സക്കായിയുടെ മാനസാന്തരത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ്. യേശു യെരുശലേമിലേക്ക് പോകുന്നു എന്ന് വെളിപ്പെടുത്തുന്നതായുള്ള അവസരത്തിലുമാണ്. മനുഷ്യ ജീവിതത്തിൽ ട്രാൻസ്ഫോർമേഷൻ പോസിബിളാണ്, സാധിക്കുന്നതായുള്ള ഒന്നാണ് എന്ന് വെളിപ്പെടുത്തുകയാണ് സക്കായി ചെയ്യുന്നത്. എൻ്റെ സമ്പാദ്യങ്ങളിൽ പകുതി ഞാൻ ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു. ഞാൻ ആരോടെങ്കിലും എന്തെങ്കിലും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് തിരികെ കൊടുക്കുന്നു. 2 കൊടുത്താൽ മതി, 2 മടങ്ങ് കൊടുത്താൽ മതി. എന്നാൽ 4 മടങ്ങ് കൊടുക്കുകയാണ്. എനിക്ക് എത്ര ചിലവാകുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതലാണ് ഞാൻ ചേർത്ത് നിർത്തുന്ന, ബിഫ്രണ്ട് ചെയ്യുന്നതായിട്ടുള്ള ആളുകൾ എന്നത് സൂചിപ്പിക്കുകയാണ്. ഇന്ന് ഇടവക ദിനമൊക്കെ കൊണ്ടാടിയതായിട്ടുള്ള ആകുന്നതായിട്ടുള്ള ദിവസമാണ്. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ സമ്പാദ്യത്തിൽ ഒരു വിഹിതം കൊണ്ടുവന്ന് അർപ്പിക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് ആഹ്വാനം നൽകി. അച്ഛന്മാരെ കൊണ്ടുവന്നതായിട്ടുള്ള 2 ബാസ്ക്കറ്റ് നിറഞ്ഞു എന്നുള്ളത് ഏകദേശം ഞാൻ കണ്ടതായിട്ടുള്ളൊരു കാഴ്ച കൂടിയാണ്. എന്നാൽ എന്താണ് നമ്മൾ കൊടുത്തത്? നമ്മെ ഭരിക്കേണ്ടത്. അനന്യ സഫീറയുടെ വേദഭാഗമൊക്കെ ഇന്ന് നാം വായിച്ച് കേൾക്കുകയുണ്ടായി. 2ാമത്തെ പാഠമായിട്ട് അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായത്തിൽ നിന്ന് വിൽക്കുന്നതിന് മുമ്പ് അവരുടേതായിരുന്നു, വിറ്റതിന് ശേഷം അവരുടേതായിരുന്നു. അവരോട് ആരും വിൽക്കാൻ പറഞ്ഞതല്ല. എന്നാൽ എല്ലാവരും വിറ്റപ്പോൾ അവരും വിറ്റു. എന്നാൽ പിന്നീടാണ് ഒരു ചിന്തയുണ്ടാകുന്നത്, ഞങ്ങളുടെ ജീവിതം സുരക്ഷിതമായിരിക്കുമോ, അതുകൊണ്ട് ഒരു ഭാഗം എടുത്ത് മാറ്റിവെക്കുന്നതിനായിട്ട്, തങ്ങൾക്കായിട്ട് വേർതിരിക്കുന്നതിനായിട്ട് അവർ ശ്രമിച്ചു. പത്രോസിനെയും കൂട്ടരെ അറിയാതിരുന്നതായിട്ടുള്ള ആളുകളല്ല അനന്യാസും സഫീറയും. ഓർത്തുകളുണ്ട്. 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ദേവാലയ വാതിൽക്കലിരുന്ന മുടന്തനായുള്ളൊരു മനുഷ്യനെ സൗഖ്യമാക്കിയത്. യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ് എഴുന്നേൽപ്പിച്ചതായിട്ടുള്ള ആളാണ് പത്രോസ്. ആ പത്രോസിൻ്റെ അടുത്താണ് ചെന്ന് പറയുന്നത്, ഇത്രയേ ഉള്ളൂ. മറുപടി എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവിനോടെതിരായിട്ട് നിങ്ങൾ പ്രവർത്തിച്ചെന്ത് എന്നാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളെല്ലാം ഓർമ്മിപ്പിക്കട്ടെ, ദൈവത്തിൻ്റെ ആത്മാവ് ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകിയിട്ടുണ്ട്. ഈ വിശുദ്ധ കുർബാന ശുശ്രൂഷയുടെ അവസാനത്തിൽ വിശുദ്ധ മാമോദീസായാൽ മുദ്രയിടപ്പെട്ടവരും നിങ്ങൾ ദൈവത്തിൻ്റേതാണ്, നാം എല്ലാവരും ദൈവത്തിൻ്റേതാണ്, നാം എല്ലാവരും മാമോദീസായറ്റവരാണ്. നാം ഏറ്റതായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ ആത്മാവ് നൽകപ്പെട്ടിട്ടുണ്ട്. ആ ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മെ എന്താണ് സത്യമെന്നും എന്താണ് നീതിയെന്നും എന്താണ് വിശ്വസ്തതയെന്നും ഒക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ഈ ലോകത്തിൽ ജീവിക്കാനായിട്ട് നമുക്ക് കഴിയുമോ? ഈ അടുത്ത സമയത്ത് നടന്നതായുള്ളൊരു ഒളിമ്പിക്സിൽ ഒരു കൂട്ടം ആൾക്കാർ അവിടെ നിന്ന് നല്ലതായിട്ട് പാട്ടുകൾ പാടുന്നുണ്ട്. ആ പാട്ടുകൾ ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ ആ പാട്ടിൽ അവരെ പറയുന്നതായിട്ടുള്ള ഒന്ന്, ഒളിമ്പിക്സിലാണെന്ന് പറഞ്ഞത് യുവജനങ്ങളെല്ലാം വന്നു ചേർന്നിരിക്കുന്നതായിട്ടുള്ള ധാരാളം ആൾക്കാർ കൂടിയിരിക്കുന്നതായിട്ടുള്ള വേളയിലാണ്. അവരോട് പറയുന്നത്, സേ നോ ടു ഡ്രഗ്സ്, സേ യെസ് ടു ലൈഫ്. ജീവനോടെ ഉവ്വ് എന്ന് പറയുന്നതിനായിട്ട് സാധിക്കും. ഡ്രഗ്സിനോട് നോ എന്ന് പറയുന്നതിനായിട്ട് സാധിക്കും. ജീവനെ ഹനിക്കുന്നതായുള്ള എല്ലാറ്റെയും വേണ്ട എന്ന് പറയുന്നതിനായിട്ട് സാധിക്കും. ജീവൻ ദൈവത്തിൻ്റേതാണ്.
ദൈവം തന്നതാണ് ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ടുള്ള നമ്മുടെ ആയുസ് തന്നെ. അതുകൊണ്ട് ദൈവഹിതത്തിന് വിപരീതമായിട്ട് യാതൊന്നും ജീവിതത്തിൽ ഉണ്ടാവരുത് എന്നാണ് എൻ്റെ അർത്ഥം. സേ നോ ടു ഡ്രഗ്സ്. ജീവിതത്തെ വിഷമിപ്പിക്കുന്ന, ചുരുക്കുന്ന, ഇല്ലാതാക്കുന്ന ഒന്നിനോടും കൂട്ടുനിൽക്കരുത്. സേ യെസ് ടു ലൈഫ്. ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ എന്നാണ് യേശു പറയുന്നത്. നീതിപൂർവമായുള്ള ഒരു തെരഞ്ഞെടുപ്പ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. നമ്മളുടെ സഭ എഴുത്തുകാർക്ക് നൽകുന്നതായിട്ടുള്ള അവാർഡിൽ ഒരു പുസ്തകം രചിച്ചതായുള്ള ഷാജി സാറിന് ഒരു അവാർഡ് നൽകുന്നുണ്ട്. ഷാജി ജോർജ് സാറിന്, നമ്മുടെ TTCയുടെ ഒക്കെ പ്രിൻസിപ്പാളായിരുന്നു. അത് എഴുതിയ പുസ്തകത്തിൻ്റെ പേര് മഴ കാത്തുകിടക്കും വിത്തുകൾ എന്നാണ്. 2 വിത്തുകളെക്കുറിച്ചാണ് പറയുന്നത്. രണ്ടും ഇങ്ങനെ മണ്ണിൽ വീണിട്ടുണ്ട്. സാധാരണ മണ്ണിൽ വീണാൽ വിത്തുകളെല്ലാം മുളയ്ക്കണം. അപ്പോൾ ഒരു വിത്ത് പറയാണ്, എനിക്ക് എൻ്റെ ഈ രൂപവും ഭാവമൊന്നും വിടുന്നതിന് ഇഷ്ടമില്ല. മറ്റേതെന്ന് പറഞ്ഞാൽ എനിക്ക് പരിണാമം പ്രാപിച്ച് വളരുവാനായിട്ട് താല്പര്യമുണ്ട്. അപ്പോൾ അതിൻ്റെ വേര് താഴേക്ക് പോയി നാമ്പ് മുകളിലേക്ക് വന്നു, അതൊരു വൃക്ഷമായിട്ട് തോന്നും. അത് അനേക ഫലം നൽകുന്ന ഒരു വൃക്ഷമായിട്ട് തീരുകയും ചെയ്തു. അനേകർക്ക് പ്രയോജനമുള്ള വൃക്ഷമായിട്ട് തോന്നും. മറ്റേത് അവിടെ കിടക്കുമ്പോൾ അതിലൊരു കോഴി വന്ന് ചകഞ്ഞ് വിത്ത് കണ്ട് കൊത്തി തിന്നു. ഒന്നില്ലാതെയായിട്ട് തീരുന്നു, ഒന്ന് ഉണ്മയിലേക്ക് വളരുന്നു. ജീവനെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്ന അവസരത്തിൽ ഇത് രണ്ടിലൊന്നാണ് നമ്മൾ എടുക്കുന്നത്. ഒന്നിൽ നാശത്തിലേക്ക് അല്ലെങ്കിൽ ജീവനിലേക്ക്. തന്നിൽ വിശ്വസിക്കുന്നതായ ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവന് നൽകുവാൻ്റെ കോണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തെ രുചിച്ചറിയുന്നതായുള്ള നമുക്ക് ജീവനെ കാക്കുന്നതിനായിട്ടും പരിരക്ഷിക്കുന്നതിനായിട്ടും ഇടയായിട്ട് തീരണം. നമ്മുടെ മാത്രമല്ല, മറ്റുള്ളവരുടെ ജീവനെയും. സകലത്തിൻ്റെയും ഉടയൻ ദൈവമാണ് എന്ന ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം കണക്ക് ബോധിപ്പിക്കേണ്ടത്. കണക്ക് നോക്കുന്നതായുള്ള അവസരത്തിൽ നാം വിശ്വസ്തരാണോ എന്നത് ദൈവം നോക്കുന്നുണ്ട്, സുതാര്യമായിട്ടുള്ളതാണോ എന്ന് നോക്കുന്നുണ്ട്. മനുഷ്യ ജീവിതത്തിൽ ആവശ്യമായുള്ള 3 കാര്യങ്ങൾ ഞാൻ പറയട്ടെ. ഒന്ന്, ഇൻറ്റഗ്രിറ്റി ഓഫ് വൺസ് ഓൺ പേഴ്സണാലിറ്റി, സ്വഭാവശ്രേഷ്ഠത. 2, അക്കൗണ്ടബിലിറ്റി, കണക്ക് ബോധിപ്പിക്കുന്നതിനായിട്ടുള്ള ബാധ്യത. 3, ട്രാൻസ്പെറൻസി, സുതാര്യമായിരിക്കണം നമ്മുടെ ഇടപാടുകളെല്ലാം തന്നെ. സിൻസിയറായിരിക്കണം എന്ന് പറയുന്നതിനോട് തുല്യമാണത്. സിൻസിയറായിരിക്കണം എന്ന് പറയുന്നത് ഒരു കളങ്കവും ഇല്ലാത്തതായിട്ടുള്ള ജീവിതം, അതാണ് സുതാര്യം എന്ന് പറയുന്നതായിട്ടുള്ള അവസ്ഥ അർത്ഥമാക്കുന്നത്. സ്റ്റുവാർഷിപ്പിൽ ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നത് നാം വിശ്വസ്തരായിരിക്കണം, നാം സുതാര്യമായിരിക്കണം എന്നതാണ്. ദൈവം കണക്ക് നോക്കുന്നതായുള്ള ദൈവമാണ്, ന്യായം വിധിക്കുന്നതായുള്ള ദൈവമാണ്. അതുകൊണ്ട് ന്യായം വിധിക്കുന്നതായുള്ള ദൈവത്തെയാണ് ഭയപ്പെടേണ്ടത്. അവൻ ന്യായം വിധിക്കുമ്പോൾ ഇത് 2 ഒന്നാണ്. ഒന്നിൽ നല്ലവനും വിശ്വസ്തനുമായ ദാസിയെ എന്നുള്ള വിളിക്ക് യോഗ്യതയുള്ളവരായിട്ട് തീരും. അല്പത്തിൽ വിശ്വസ്തരായനെ അധികത്തിനെ വിചാരകനാക്കി തീർക്കും. ഇവിടെ ഈ 10 റാത്തൽ കൊടുത്തതായിട്ടുള്ള മനുഷ്യൻ 10 കൊണ്ട് നേടിയതായിട്ടുള്ള അവസ്ഥയിൽ 10 പട്ടണങ്ങളായി ഏൽപ്പിക്കുന്നത്. 5 കൊണ്ടിരുന്നതായുള്ള ആളുകളെ 5 പട്ടണങ്ങളാണ് ഏൽപ്പിക്കുന്നത്. ഒരു രാജാവ് ഏൽപ്പിക്കുന്നതായിട്ടുള്ള രാജ്യങ്ങളെക്കുറിച്ചാണ് അവിടെ സൂചിപ്പിക്കുന്നത് എന്നോർക്കണം. എന്നാൽ ഈ കഠിന മനുഷ്യനാണ് എന്ന് പറഞ്ഞ് ഭയപ്പെട്ട് ഉറുമാലിൽ താലന്ത് പൊതിഞ്ഞ് മണ്ണിൽ വെച്ചതായിട്ടുള്ള മനുഷ്യനെ നോക്കുന്ന അവസരത്തിൽ ദുഷ്ടനും മടിയനുമായ ദാസനെ എന്നാണ് പറയുന്നത്.
അവൻ വിശ്വസ്തനല്ല, അവൻ സുതാര്യനല്ല. ജീവിതത്തിൽ വിശ്വസ്തത പാലിക്കുവാനായിട്ട് ഇടയാകുമ്പോൾ ജീവിതത്തിൽ റിസ്ക് എടുക്കേണ്ടതായുള്ള ആവശ്യകതയുണ്ട്. താലന്തുകൾ ബിസിനസ് ചെയ്യണമെന്ന് പറയുന്നതായുള്ള അവസരം, റിസ്ക് എടുക്കുന്നതായുള്ള അവസരമുണ്ട്. നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. ഭയപ്പെടേണ്ട. ദൈവം നമുക്ക് തന്നിരിക്കുന്ന കഴിവുകളെല്ലാം വർദ്ധിപ്പിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. അവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന താലന്തുകൾ വർദ്ധിപ്പിക്കണം. അവരും അതിനായിട്ടാണ് ശ്രമിക്കുന്നത്. പലപ്പോഴും നമ്മളെ അതിശയിപ്പിക്കും എന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. They do very well. എന്നാൽ ദൈവം കണക്ക് നോക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ സുതാര്യമായിരിക്കുവാൻ തക്കവണ്ണം നമ്മളുടെ ഉള്ളിലുള്ളതെല്ലാം അറിയുന്നതായാലും ദൈവം, നമ്മുടെ ഭാവങ്ങളെ അറിയുന്നതായാലും ദൈവം, നമ്മുടെ തീരുമാനങ്ങളെ അറിയുന്നതായാലും ദൈവം, നമ്മുടെ പ്രവർത്തനങ്ങളെ അറിയുന്നതായാലും ദൈവം അവൻ്റെ സ്ഥാനത്തിൽ ഒന്നും മറന്നിരിക്കുന്നില്ല. എല്ലാം നഗ്നവും മലർന്നതുമായി അവൻ്റെ മുമ്പാകെ കിടക്കുന്നു. അവന് മുമ്പാണ് കണക്ക് ബോധിപ്പിക്കുവാനായിട്ടുള്ളത്. അപ്പോൾ ആ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുന്നതായിട്ടുള്ള അവസരത്തിൽ വിശ്വസ്തരായിട്ട് സുതാര്യതയോടെ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ ഇടയായിട്ട് തീരണം എന്നാണ് ഓർമ്മിപ്പിക്കുന്നത്. കർത്താവെ, വിവിധങ്ങളായ താലന്തുകൾ ഞങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു എന്ന് പറയുവാൻ നമുക്കിടയാണ്. ഇതെല്ലാം ഞങ്ങളെ ഏൽപ്പിക്കുവാൻ തക്കവണ്ണം നിനക്ക് ഞങ്ങളുടെ വിശ്വാസമുണ്ട് എന്നുള്ളത് ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിൻ്റെ സന്നിധിയിലും വിശ്വസ്തയോടുകൂടി സുതാര്യമായിട്ട് ജീവിപ്പാൻ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.